രാവിലെ നല്ലതുപോലെ വഴക്കിട്ട് പിണങ്ങിയതിൻ്റെ ഭാഗമായിട്ട് എനിക്ക് ഫ്രീ ആയി കിട്ടിയൊരു ട്രിപ്പാണ് കേട്ടോ ഇതെന്ന് പറഞ്ഞാൽ. എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ അനിയൻ്റെ ഫ്രണ്ട്സുകളും കൂടെ ചേർന്ന് അവരുടെ അക്കാഡമിയിലുള്ള 2-3 ബാച്ചിലെ കുട്ടികളൊക്കെ ചേർന്നുകൊണ്ട് ഒരു ട്രിപ്പ് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ വക കാര്യങ്ങളൊന്നും ഞാൻ അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. എന്നോട് അങ്ങനെ പറയുമായിരുന്നു എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. പക്ഷേ ഇവൻ എന്നോടൊന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് ഇവൻ്റെ ഹെയറൊക്കെ ഞാനാണ് സെറ്റ് ചെയ്ത് കൊടുത്തത്. ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം ഫോണിൽ ഇങ്ങനെ മെസ്സേജുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നു. അപ്പോൾ റിപ്ലൈ അയച്ചുകൊണ്ടേയിരിക്കുന്നു. അപ്പോൾ എന്താണ് സംഭവം എന്ന് അറിയാൻ വേണ്ടിയിട്ട് ഇവൻ ഫോൺ വെച്ചിട്ട് പോയ നേരത്ത് ഞാനൊന്ന് ഫോൺ എടുത്ത് നോക്കിയപ്പോഴാണ് ഈ കാര്യങ്ങളെല്ലാം ഞാൻ അറിയുന്നത് കേട്ടോ. പിന്നെ എന്തായി, പിന്നെ വഴക്കായി, അടിയായി. അതിനുശേഷം പറഞ്ഞു അങ്ങനെയൊന്നും അല്ല ചേച്ചി, ഞാൻ ചേച്ചിനെ കൊണ്ടുപോകാനായിട്ട് ഇരുന്നതാണ്, പിന്നെ ചേച്ചിക്കൊരു സർപ്രൈസ് ആയിക്കോട്ടെ, അപ്പോൾ പിന്നെ പറയാം എന്നൊക്കെ പറഞ്ഞിരുന്നതാണെന്നൊക്കെ പറഞ്ഞ് കള്ളടവൊക്കെ പയറ്റിയിട്ടുണ്ടായിരുന്നേ. അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് എന്തായാലും ഞാനും കൂടെ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങൾ വർക്കലയിലോട്ടാണ് ഈ ട്രിപ്പ് അവർ പ്ലാൻ ചെയ്തിരുന്നത്. നമ്മൾ നേരത്തെ അവിടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അവിടെ എത്തിയത് നല്ല ലേറ്റായിട്ടാണ് നമ്മൾ അവിടെ എത്തിയിട്ടുണ്ടായിരുന്നത്. അതുപോലെ തന്നെ ഫുഡ് കഴിക്കാൻ ടൈം കഴിഞ്ഞിട്ടാണ് നമ്മൾ എവിടെ എത്തിയത്. അപ്പോൾ എല്ലാവർക്കും ഫുഡ് കഴിക്കണം. അപ്പോൾ ഫുഡ് കഴിക്കാനായിട്ട് ഇരുന്നതിന് ശേഷം ഫുഡും വരാനായിട്ട് ഒരുപാട് ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിനിടയിൽ വെച്ച് നല്ലതുപോലെ ഫുഡ് വന്നപ്പോൾ തന്നെ സത്യം പറഞ്ഞാൽ ഏകദേശം നമ്മളെല്ലാവരും വാടിക്കുഴഞ്ഞിട്ടുണ്ടായിരുന്നേ. കാരണം രാവിലെ കഴിച്ച ഫുഡാണ്. പിന്നെ ഇപ്പം തന്നെ മണി 2 മണിയോ 3 മണിയോ കൊണ്ടൊക്കെ ആയി കേട്ടോ. അപ്പം നമുക്ക് കുറേ സമയം ഇങ്ങനെ അങ്ങ് വേസ്റ്റ് ആയിപ്പോയി. ഫുഡ് കഴിക്കാനായിട്ട് ഇരുന്നിട്ട് അവിടെ കുറേ സമയം അങ്ങ് വേസ്റ്റ് ആയിപ്പോയി. പിന്നെ അത് കഴിഞ്ഞിട്ട് കഴിച്ചിറങ്ങിയതിന് ശേഷം മന്തിയല്ലേ കഴിച്ചത്, ആ ഒരു മന്ദാരമൊക്കെ കാണുമല്ലോ, അതിൻ്റെ ഒരു ക്ഷീണവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. എന്നിരുന്നാലും നമ്മളെല്ലാവരും നല്ലതുപോലെ എൻജോയ് ചെയ്ത് കേട്ടോ. അതാ ഈ പോകുന്ന വഴി ഞാനിത് ആദ്യമായിട്ടാണ്. ഇതിന് മുന്നേ ഞാൻ ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ അതാ ഈ പറഞ്ഞ ഈ വഴിയിൽ ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ വരുന്നത്. അപ്പോൾ എനിക്ക് അവിടെ ഇറങ്ങാനായിട്ട് ഭയങ്കര പേടിയായിരുന്നു കേട്ടോ. കാരണം കുത്തനെയുള്ള സ്റ്റെപ്പും കാര്യങ്ങളൊക്കെ. അപ്പോൾ എന്തായാലും നല്ലതുപോലെ ആസ്വദിക്കാനൊക്കെ പറ്റി കേട്ടോ. കുറച്ച് സമയം ഫുഡൊക്കെ കഴിച്ച് ആ ഒരു മന്ദതയിൽ നിന്നെങ്കിലും എല്ലായിടവും നല്ലതുപോലെ കാണാനും കേൾക്കാനും ഒക്കെ പറ്റിയിട്ടുണ്ടായിരുന്നേ. അപ്പോൾ ഈ മോനാണ് നമുക്ക് ഫോട്ടോസ് വീഡിയോസും ഒക്കെ എടുത്ത് തന്നിട്ടുണ്ടായിരുന്നേ കേട്ടോ. അപ്പോൾ നമ്മൾ എല്ലാവരും നല്ല ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്ത് കുറച്ച് നേരം സ്പെൻഡ് ചെയ്ത് കുറച്ച് നേരം സമാധാനമായിട്ട് കുറച്ച് നേരം സ്പെൻഡ് ചെയ്തതിന് ശേഷം നമ്മൾ വീട്ടിലോട്ട് പോയി. അപ്പോൾ ഏകദേശം ഇരുട്ടിയ ഒരു സമയം ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ട്രെയിൻ വന്നു, പിന്നെ ട്രെയിൻ കയറി, പിന്നെ വീണ്ടും ട്രെയിൻ ഇറങ്ങി, പിന്നെ വണ്ടി എടുത്ത്, പിന്നെ ലേറ്റായി. അങ്ങനെ ഒരുവിധം ലേറ്റായിട്ടാണ് വീട്ടിൽ എത്തിയത് കേട്ടോ. അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ. ടാറ്റാ ബൈ ബൈ, സീ യു.